വീഡിയോ ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഹോൾഡ് ചെയ്യണം നിങ്ങൾ. ഓക്കെ, അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കംപ്ലീറ്റ് ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്തത് നമ്മുടെ മറ്റേ നോക്കട്ടെ. ഓക്കെ, നമ്മുടെ കിങ്ഡം അനിമേലിയ ആയിരുന്നു. കിങ്ഡം അനിമേലിയ. ഇനി നോക്കാൻ പോകുന്നത് ഇനി നമുക്ക് 2 യൂണിറ്റും കൂടിയാണ് ശരിക്കും ഈ ഒരു മൊഡ്യൂളിൽ ഉള്ളത്. സെൽ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷനും ടിഷ്യൂസും. ഇതില് സെല്ല് അവിടെ നിൽക്കട്ടെ, ടിഷ്യൂസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, ടിഷ്യൂസ് എന്ന് പറഞ്ഞാല് വെയിറ്റ്, ആ ഒരു പോർഷൻ ഞാനൊന്ന് എടുക്കട്ടെ. ഓക്കെ, ടിഷ്യൂസ് എന്ന് പറയുമ്പം ഒരു ഗ്രൂപ്പ് ഓഫ് സെല്ലുകള് കൂടിച്ചേരുന്നതിനാണ് ടിഷ്യൂ എന്ന് പറയുന്നത്. എ ടിഷ്യൂ ഈസ് എ ഗ്രൂപ്പ് ഓഫ് സെൽസ്. ഓക്കെ, അതിനെയാണ് നമ്മൾ ടിഷ്യൂ എന്ന് പറയുന്നത്. ടിഷ്യൂസിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുറെ ഉണ്ട്. ഇപ്പൊ നമ്മുടെ ബ്ലഡ് ഒരു ടിഷ്യൂ ആണ്. കുറെ സെല്ലുകൾ കൂടി ചേർന്നിട്ടാണ് ബ്ലഡ് ഉണ്ടായിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ WBC, RBC, ഇതൊക്കെ സെല്ലുകളാ. ഈ സെല്ലുകളെല്ലാം കൂടി ചേർന്നിട്ടാണ് ബ്ലഡ് ഉണ്ടായിരിക്കുന്നത്. അതേപോലെ ബോൺ, കാർട്ടിലേജ്, ഇതെല്ലാം തന്നെ ആനിമൽസിൽ കാണപ്പെടുന്ന ടിഷ്യൂസ് ആണ്. ഈ പ്ലാന്റ്സിൽ കാണപ്പെടുന്ന ടിഷ്യൂസ് ഏതൊക്കെയാന്ന് ചോദിച്ചാല് സൈലം, ഫ്ലോയം, പാരൻകൈമ, കോളൻകൈമ, ഇതൊക്കെയാണ് പ്ലാന്റ്സിൽ കാണപ്പെടുന്ന ടിഷ്യൂസ്. ഓക്കെ, ഈ ടിഷ്യൂസിനെ കുറിച്ചിട്ട് സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്റ്റഡി ഓഫ് ടിഷ്യൂസിനെയാണ് നമ്മൾ ഹിസ്റ്റോളജി എന്ന് പറയുന്നത്. ഇത് 1 വേർഡിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ഹിസ്റ്റോളജി? അതെന്താണ്? സ്റ്റഡി ഓഫ് ടിഷ്യൂസ് ഈസ് കോൾഡ് ഹിസ്റ്റോളജി. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് പ്ലാന്റ് ടിഷ്യൂസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, പ്ലാന്റ് ടിഷ്യൂസ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ടും 2 ആയിട്ടാണ് പ്ലാന്റ് ടിഷ്യൂസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റത്തെ ആണ് മെരിസ്റ്റമെറ്റിക് ടിഷ്യൂസ്. ഇവിടെ ഇല്ല. ഫസ്റ്റത്തെ ആണ് മെരിസ്റ്റമെറ്റിക് ടിഷ്യൂസ്. രണ്ടാമത്തെയാണ് പെർമനന്റ് ടിഷ്യൂസ്. ഓക്കെ, ഇങ്ങനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മെരിസ്റ്റമെറ്റിക് ടിഷ്യൂസ് എന്ന് പറയുമ്പം ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അതായത് പ്ലാന്റിന് പൊക്കം വെക്കുന്ന അറിയാലോ, ഈ പൊക്കം വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ടിഷ്യൂസ് ആണ് മെരിസ്റ്റമെറ്റിക്. പ്ലാന്റ്സിനാണെങ്കിലും അനിമൽസിലാണെങ്കിലും ഹൈറ്റ് വെക്കണമെങ്കിൽ സെല്ലുകൾ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പം ഇതൊക്കെ അല്ലെങ്കിൽ ടിഷ്യൂസ് ഒക്കെ ഇങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് മെരിസ്റ്റമെറ്റിക് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പെർമനന്റ് ആണ്, അതായത് അത് ഡിവൈഡ് ചെയ്യില്ല. അപ്പോ പ്ലാന്റ് ടിഷ്യൂ 2 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, മെരിസ്റ്റമെറ്റിക് ടിഷ്യൂസും പെർമനന്റ് ടിഷ്യൂസും. ഇതിലെ മെരിസ്റ്റമെറ്റിക് ടിഷ്യൂസിലേക്കാണ് നമ്മൾ പോകുന്നത്. മെരിസ്റ്റമെറ്റിക് ടിഷ്യൂസ് എന്ന് പറയുമ്പം എന്താ, അതിന്റെ ഷേപ്പ് ഞാൻ ആദ്യം പറയാം. ഒന്നില്ലെങ്കിൽ റൗണ്ടഡ് ആയിരിക്കും, റൗണ്ട് ഷേപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ഓവൽ ഷേപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ പോളിഗണൽ ഷേപ്പ് ആയിരിക്കും. ഓക്കെ, ഇതിലേത് ഷേപ്പിൽ വേണമെങ്കിലും അത് കാണും. പിന്നെ ഇത് ലിവിങ് ആയിരിക്കും. അതേപോലെ തന്നെ ഇതിനെ കവർ ചെയ്തിട്ടുള്ള ബോൾ എന്ന് പറയുന്നത് തിൻ ആയിട്ടുള്ള ബോൾ ആയിരിക്കും.
തിന്നായിട്ടുള്ള വോൾ ആയിരിക്കും. ആ ഒരു 3 പോയിന്റ് പഠിച്ചാൽ മതി. പിന്നെ ഒരു പോയിന്റും കൂടി ഉണ്ട് കേട്ടോ. വാക്യൂൾസ് മേ ബി സ്മോൾ ഓർ ആബ്സെന്റ്. വാക്യൂൾ എന്ന് പറയുന്നത് ചെറിയൊരു ഹോൾ ഇല്ലേ, ഹോള് പോലുള്ള ഒരു റീജിയൻ ആണ് വാക്യൂൾ എന്ന് പറയുന്നത്. അത് ചിലപ്പോ ഉണ്ടായിരിക്കില്ല, ഉണ്ടെങ്കിൽ തന്നെ അത് സ്മോൾ ആയിരിക്കും. ഇത്രയും ഭാഗം പഠിച്ചാൽ മതി. ഇനി മെരിസ്റ്റമെറ്റിക് ടിഷ്യൂസ് പല തരത്തിലാണ് ഉള്ളത്. 3 ടൈപ്പ് ആണ് ഉള്ളത്. എപ്പിക്കൽ മെരിസ്റ്റം, ഇന്റർകാലറി മെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റം. എപ്പിക്കൽ മെരിസ്റ്റം കൂടുതലായിട്ടും കാണപ്പെടുന്നത് ചെടികളുടെ റൂട്ടിലെ വേരിന്റെ ടിപ്പുകളില്, അറ്റത്ത്, ടിപ്പ് എന്ന് വെച്ചാൽ അറിയാലോ, തുമ്പത്ത്. ഇതിന്റെ തണ്ട് ഭാഗമില്ലേ, ഷൂട്ടിന്റെ തുമ്പത്ത് ഇവിടെയൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അറിയാലോ, റൂട്ടിന്റെ തുമ്പത്ത് കാണാ എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, എന്തുട്ടാ, റൂട്ടിന്റെ നീട്ടം വെക്കാനാണ്. അതേപോലെ തന്നെ ഷൂട്ടിന്റെ അറ്റത്ത് കാണുവാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, ആ തണ്ടിന് അല്ലെങ്കിൽ അതിന്റെ ബ്രാഞ്ചസിന് നീട്ടം വെക്കാനാണ്. രണ്ടാമത്തെ ഇന്റർകാലറി മെരിസ്റ്റം, അത് കാണുന്നത് ലീവ്സ് ഇല്ലേ, ഈ ലീവ്സിന്റെ ലീവ്സ് നിങ്ങളൊന്ന് നോക്കിയേ, ഒരു ലീഫ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു റീജിയൻ ഉണ്ടാവും അല്ലെ ഒരു ചെടിയില്, അവിടെയാണ് കൂടുതലായിട്ട് കാണുന്നത്. ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുവാണെങ്കിൽ ലീഫിന്റെ ഈ ഇലയില്ലേ, ഇലയ്ക്ക് നീട്ടം വെക്കാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. തളിരില പിന്നീട് വലുതാവും, അപ്പൊ അതിനെ നീട്ടം വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. ലാറ്ററൽ മെരിസ്റ്റം മീൻസ് അത് മെയിൻ ആയിട്ടും കാണുന്നത് സൈലം ഫ്ലോയം ഇതിന്റെ ഇടയിലായിട്ടാണ് കാണുന്നത്. ഇവിടെ ക്യാമ്പിയം എന്ന് പറയുന്ന ടേം ഒക്കെ കൊടുത്തിട്ടുണ്ട്, അത് പഠിക്കണ്ട. സൈലം ആൻഡ് ഫ്ലോയം ഇവിടെയാണ് കാണുന്നത്. ഇവരുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല് പ്ലാന്റിന്റെ തടി കൂട്ടുക. അതായത് ഒരു പ്ലാവ് നമ്മൾ നടുന്ന സമയം പോലെ അല്ലല്ലോ, അത് ഒരുപാട് വർഷങ്ങൾ കഴിയുമ്പോൾ അത് നല്ല തടി വെക്കില്ല. അതുപോലെ തെങ്ങ്, മാവ് ഇതെല്ലാം വയ്ക്കുന്ന സമയത്തുള്ള പോലെ ആയിരിക്കില്ല. അവരൊക്കെ നല്ല തടി വെക്കുന്ന മരങ്ങളാ. ആ തടി വെക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് അവരുടെ ബോഡിയിലുള്ള ലാറ്ററൽ മെരിസ്റ്റം എന്ന് പറയുന്ന ടിഷ്യൂസ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മൾ പഠിച്ചത് ഇത്രയേ ഉള്ളൂ. പ്ലാന്റ് ടിഷ്യൂസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, മെരിസ്റ്റമാറ്റിക് അതുപോലെ പെർമനന്റ്. മെരിസ്റ്റമാറ്റിക് ആണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് 3 ടൈപ്പ് ആണുള്ളത്: എപ്പിക്കൽ മെരിസ്റ്റം, ഇന്റർകാലറി മെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റം. ഇനി അടുത്തത് പഠിക്കാം, പെർമനന്റ് ടിഷ്യൂസ്. പെർമനന്റ് ടിഷ്യൂസ് എന്ന് പറയുന്നത് നോൺ ഡിവൈഡിങ് ആണ്, ഡിവൈഡ് ചെയ്യില്ല. ഓക്കെ, ഇനി ഇവരുടെ സെൽ വോൾ എന്ന് പറയുന്നത് തിന്നായിട്ടോ, അതായത് കട്ടി കൂടിയിട്ടോ കട്ടി കുറഞ്ഞോ എങ്ങനെ വേണമെങ്കിലും കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇനി പെർമനന്റ് ടിഷ്യൂസ് എന്ന് പറയുമ്പം 2 തരമാണ് ഉള്ളത്. സിമ്പിൾ ടിഷ്യൂസും ഉണ്ട്, കോംപ്ലക്സ് ടിഷ്യൂസും ഉണ്ട്. സിമ്പിൾ ടിഷ്യൂസ് എന്ന് പറയുമ്പം ഒരു ഒറ്റ ടൈപ്പ് ഓഫ് സെല്ലും കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു എണ്ണം അല്ലാട്ടോ ഇവിടെ പറയുന്നത്, ഒരു ടൈപ്പ് സെല്ലും കൊണ്ടാണ് സിമ്പിൾ ടിഷ്യൂസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് പാരൻ കൈമ, കോളൻ കൈമ, സ്ക്ലീറൻ കൈമ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ പെർമനന്റ് ടിഷ്യൂ ആണ് കോംപ്ലക്സ് ടിഷ്യൂ. ഇത് മറ്റേതിന്റെ ഓപ്പോസിറ്റ്. മറ്റേത് ഒരു ടൈപ്പ് സെല്ലും കൊണ്ടാണെങ്കിൽ കോംപ്ലക്സ് ടിഷ്യൂസ് ആർ മേഡ് അപ്പ് ഓഫ് മോർ ദാൻ 1 ടൈപ്പ് ഓഫ് സെൽസ്. ഒന്നിലധികം ടൈപ്പ് സെല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു. എക്സാമ്പിള് സൈലം, ഫ്ലോയം. ഓക്കെ, നമ്മൾ ഇത് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതിന്റെ പിക്ക് ഞാൻ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇട്ട് തരാം. ഓക്കെ, അപ്പൊ കുറച്ചും കൂടി ക്ലിയർ ആവും. ഒരു ഹോൾഡ് ചെയ്യണേ. ടെക്സ്റ്റ് നിങ്ങളിൽ എത്ര പേർക്ക് ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ സിമ്പിൾ ടിഷ്യൂസ് ആണ് പഠിക്കാൻ പോകുന്നത്.
അതിൽ ഫസ്റ്റത്തെ പാരൻകൈമ ഗ്രൂപ്പിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പാരൻകൈമ ഇതിൽ നിങ്ങൾ പഠിക്കേണ്ടാത്ത ഒരു ഭാഗമുണ്ട്. ഇതില് ടേബിളിൽ നോക്കിക്കഴിഞ്ഞാൽ ലിവിങ് ഓർ ഡെഡ് എന്ന് പറഞ്ഞ് കാണുന്നുണ്ട്. അത് നിങ്ങൾ വലിയ കാര്യമായിട്ട് പഠിച്ചില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല, അതിന്റെ ആവശ്യമില്ല. അതിന്റെ സ്ട്രക്ചറും ഫങ്ഷനും പിന്നെ അത് എവിടെയാണ് കാണപ്പെടുന്നത് എന്നൊക്കെ പഠിച്ചാൽ മതി. അപ്പൊ ഫസ്റ്റ് പാരൻകൈമ 3 പെർമനന്റ് സിമ്പിൾ ടിഷ്യൂസ് ആണ് ഉള്ളത്. പാരൻകൈമ, കോളൻകൈമ, സ്ക്ലിറൻകൈമ. ഇതിൽ ഫസ്റ്റത്തെ ആണ് പാരൻകൈമ. പാരൻകൈമ എന്ന് പറയുമ്പം അതിന്റെ ഒരു ഷേപ്പ് ഓവൽ അല്ലെങ്കിൽ റൗണ്ട് ഒക്കെ ആയിട്ടാണ് ഇവർ കാണപ്പെടുന്നത്. പിന്നെ ഇവരുടെ സെൽ വോൾ ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടാണ്. അത്രയും പഠിച്ചാൽ മതി, അതില് വേറെ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിന്റെ ഫങ്ഷൻ എന്ന് പറയുമ്പം ഒരു പ്ലാന്റിന്റെ അത് കണ്ട ഇതൊരു സ്റ്റോറേജ് സെൽസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഭാഗത്തു നിന്നൊന്നും അങ്ങനെ ഭയങ്കര ക്വസ്റ്റ്യൻസ് ഒന്നും വരാറില്ല. അതുകൊണ്ടാണ് അത്ര ഡീറ്റെയിൽ ആയിട്ട് ഇത് പഠിക്കണ്ടെന്ന് പറയുന്നത്. ഓക്കെ അമ്മേ ഓക്കെ അപ്പോ ഒരു മിനിറ്റ്. അപ്പോ ഒരു സ്റ്റോറേജ് സെല്ലായിട്ട് ഇവർ ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ അവിടെ കുറെ പറഞ്ഞിട്ടുണ്ട്. മീസോഫിൽ ഓഫ് ലീവ്സ്, എൻഡോസ്പോംസ് ഓഫ് സീഡ്. നിങ്ങൾക്ക് ഏതാണോ പഠിക്കാൻ കുറച്ച് എളുപ്പമായിട്ട് തോന്നുന്നത് അത് നിങ്ങൾ പഠിച്ചു വെക്കുക. അത് ഞാൻ ഇനി പറയുന്നില്ല, ഇന്നത് പഠിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ആ ഡിസ്ട്രിബ്യൂഷന്റെ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ എളുപ്പം എവിടെയാണോ അത് പഠിച്ചു വെക്കുക. കാരണം ഞാൻ പറയുന്നത് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമൊന്നും അല്ല. ഇനി പാരൻകൈമ തന്നെ നമുക്ക് 2 തരത്തിലാണുള്ളത്, ക്ലോറിൻ കൈമയും എയ്റൻ കൈമയും. ക്ലോറിൻ കൈമ എന്ന് പറയുമ്പം ഇതിന്റെ അകത്ത് ക്ലോറോപ്ലാസ്റ്റിനെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ട് അത് ലീവ്സിലായിരിക്കും കാണപ്പെടുക. ഇത് എന്തിനാന്ന് വെച്ചാല് ഫോട്ടോസിന്തസിസ് ആണ് നടത്തുന്നത്. ഫങ്ഷൻ ഫോട്ടോസിന്തസിസ്. ഇത് കുറച്ച് കയറി ഇറങ്ങിയൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ അതനുസരിച്ച് പഠിക്കുക. എയും ബിയും ആണ്, അതായത് ഫങ്ഷൻസിൽ എയും ബിയും ആണ് പാരൻകൈമയുടെ കോമൺ ആയിട്ടുള്ള ഒരു ഫങ്ഷൻ ആയിട്ട് പറയുന്നത്. ക്ലോറിൻ കൈമ എന്ന് പറയുമ്പോൾ ഓക്കെ ഇപ്പം ക്ലോറിൻ കൈമയുടെ ഫങ്ഷൻ ഫോട്ടോസിന്തസിസ് നടത്തുക, പ്രകാശ സംശ്ലേഷണം നടത്തുക എന്നുള്ളതാണ്. ഇനി എയ്റൻ കൈമ എന്ന് പറയുമ്പം അത് എയ്റൻ കൈമ എന്ന് പറയുമ്പം നമ്മുടെ ഇന്റർസെല്ലുലാർ സ്പേസസ് എന്ന് പറയുമ്പം ഈ ടിഷ്യൂസിന്റെ ഇടയ്ക്ക് ചെറിയ കുഞ്ഞു കുഞ്ഞു ഓട്ടകളൊക്കെ ഉണ്ടാവും. അതാണ് ഇതിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. പ്ലാന്റിന്റെ റിജിഡിറ്റിനെ ടർജിഡിറ്റി ഉണ്ട്. ടർജിഡിറ്റി ആൻഡ് റിജിഡിറ്റി, മെയിൻറ്റെയിൻ ടർജിഡിറ്റി ആൻഡ് റിജിഡിറ്റി. ഇത്ര എഴുതിയാൽ മതി. പാരൻകൈമ കഴിഞ്ഞാൽ പിന്നെ കോളൻകൈമയാണ്. കോളൻകൈമ എന്ന് പറയുമ്പം റൗണ്ടിലല്ല ഇരിക്കുന്നത്, ഇലോങ്ങേറ്റഡ് ആണ്. നല്ല നീട്ടമുള്ള ആൾക്കാരാണ് ഇവര്. ഇവരുടെ ഫങ്ഷൻ പ്ലാന്റ്സ് ഇങ്ങനെ എണീറ്റാണ് നിൽക്കുന്നത്, വാടി തൂങ്ങിയൊന്നും അല്ല നിൽക്കുന്നത് അല്ലെ. അപ്പം അതിനിങ്ങനെ എന്താണ് അതിന്റെ പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അതിന് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് എവിടെ കാണപ്പെടാന്നുള്ളത് സ്റ്റെമ്മും ലീവ്സും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളടത്ത് പഠിക്കാം. മൂന്നാമത്തെ ആണ് സ്ക്ലീറൻ കൈമ. സ്ക്ലീറൻ കൈമ എന്ന് പറയുമ്പം അതിന്റെ സെൽ വോള് ഭയങ്കര തിക്കായിരിക്കും. ആ സെൽ വോൾ ഉണ്ടാക്കിയിരിക്കുന്നത് ലിഗ്നിൻ കൊണ്ടാണ്. ഇത് 1 വേർഡിൽ ചോദിച്ചിട്ടുണ്ട്. സ്ക്ലീറൻ കൈമയുടെ സെൽ വോൾ എന്തും കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ലിഗ്നിൻ കൊണ്ട്. ഓക്കെ, ഇതിന്റെ ഫങ്ഷൻ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഈ സ്ക്ലീറൻ കൈമ തന്നെ 2 എണ്ണാണുള്ളത്, ഫൈബേഴ്സും സ്ക്ലിറൈഡ്സും. ഫൈബേഴ്സ് എന്ന് പറയുമ്പം തിക്കായിട്ടുള്ള രണ്ടും സെൽ വോൾ ഉണ്ടാക്കിയിരിക്കുന്നത് ലിഗ്നിൻ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ തിക്കായിട്ടുള്ള ഒരു സെൽ വോൾ ആണ് ഇവർക്കുള്ളത്. നീട്ടത്തിലുള്ളതാണ് ഫൈബേഴ്സ്. സ്ക്ലിറൈഡ്സ് എന്ന് പറയുമ്പോൾ അത്ര ലെങ്ത് ഉണ്ടാവില്ല, അതായത് ലെങ്ത് ഉണ്ടാവും പക്ഷെ ഒരു സ്പെസിഫിക് ഷേപ്പ് പറയാനായിട്ടില്ല, ഒരു ഇറഗുലർ ആയിട്ടുള്ള ഒരു ഷേപ്പ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇവരുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താ പറയാ, ഒരു
എന്താ പറയാ, ഇപ്പം ഒരു അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ, പേമാരി, മഴ എല്ലാം അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ എല്ലാ മരങ്ങളും നശിച്ചു പോകണമെന്നില്ല. അങ്ങനെയുള്ള കണ്ടീഷനുകൾ അതിന് തന്നെ ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തത് കോംപ്ലക്സ് ടിഷ്യൂസ് ആണ് സൈലോം ഫ്ലോയും വരുന്നത്. സൈലം ഫ്ലോയം എന്ന് പറയുകയാണെങ്കിൽ സൈലം ഫ്ലോയം ഇത് രണ്ടിനെയും ഒരുമിച്ച് നമ്മൾ വാസ്കുലർ ബണ്ടിൽ എന്നൊക്കെ പറയും. സൈലോം ഫ്ലോയം രണ്ടും ബോത്ത് ആർ കണ്ടക്റ്റിംഗ് ടിഷ്യൂസ്. കണ്ടക്ഷൻ ആണ് ഇവരുടെ ഫങ്ഷൻ. സൈലം എന്ന് പറയുന്നത് ലീഫിലേക്ക്, അതായത് വേരിൽ നിന്നും ഇലകളിലേക്ക് വെള്ളം, അതേപോലെ തന്നെ സോൾട്ട്, മിനറൽസും ഇതൊക്കെ മണ്ണിൽ ഉണ്ടാവില്ല, ഇതിനെല്ലാം വലിച്ച് വേരുകളിൽ നിന്നും ഇലകളിലേക്ക് എത്തിക്കുന്നതാണ് സൈലത്തിന്റെ പരിപാടി. സൈലം ഉണ്ടാക്കിയിരിക്കുന്നത് ട്രക്കീഡ്, വെസൽ, ഫൈബർ, സൈലം പാരൻകൈമ ഇത്രയും സംഭവങ്ങൾ കൊണ്ടാണ്. അത് ഞാൻ നിങ്ങൾക്ക് ഇപ്പം ഗ്രൂപ്പിൽ ഇട്ടുതരാം. ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ, അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. സൈലം അതിന്റെ ലിവിങ് ഓർ ഡെഡ് എന്ന് പറയുന്ന പോർഷൻ ഒഴിവാക്കിയിട്ട് അതിന്റെ സ്ട്രക്ചറും ഫങ്ഷനും മാത്രം പഠിച്ചാൽ മതി. ട്രക്കീഡ് എന്ന് പറയുമ്പം ലോങ് ആയിരിക്കും, അതേപോലെ തന്നെ പോയിന്റഡ് എൻഡ് ഉണ്ടാകും. ഇതിന്റെ സെൽ വോള് ലിഗ്നിൻ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇവരുടെ വോളിന് ചെറിയ ചെറിയ പോഴ്സ് ഉണ്ട്. പോഴ്സ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു ഓട്ടകളുണ്ട്. വെസൽ എന്ന് പറയുമ്പം ട്രക്കീഡിനെ അപേക്ഷിച്ച് ഇവർ കുറച്ചും കൂടി ബ്രോഡ് ആയിരിക്കും, നീളം കുറവായിരിക്കും, പക്ഷെ വലിപ്പം ഉണ്ടാകും എന്നാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ലിഗ്നിൻ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, പോൾസ് ഉണ്ടാവും. സൈലം ഫൈബർ എന്ന് പറയുമ്പം നല്ല നീട്ടം ഉണ്ടാകും, ലിഗ്നിൻ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഇവർക്കും സ്പോർ ഉണ്ടാവും. അപ്പൊ ഇവരുടെ എല്ലാവരുടെയും ഫങ്ഷൻ ഒരുപോലെ തന്നെയാണ്, സ്ട്രക്ചർ. സൈലം പാരൻകൈമ എന്ന് പറയുമ്പം ചെറുതായിരിക്കും, ഇവര് മാത്രം സെല്ലുലോസും കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ബാക്കി എല്ലാവരും ഉണ്ടാക്കിയിരിക്കുന്നത് ലിഗ്നിൻ കൊണ്ടാണ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇവരുടെ എല്ലാവരുടെയും ഫങ്ഷൻ എന്താണ്? കണ്ടക്ഷൻ ആണ്. കണ്ടക്ഷൻ ഓഫ് വാട്ടർ ആൻഡ് സോൾട്ട് ഫ്രം റൂട്ട് ടു ലീഫ്. ഇനി അടുത്തത് ഫ്ലോയം. ഫ്ലോയത്തിന്റെ ഫങ്ഷൻ എന്താന്ന് വെച്ചാൽ ഈ ലീവ്സിൽ ഫുഡ് ഉണ്ടാക്കും, ലീവ്സ് ഫുഡ് ഉണ്ടാക്കും. ആ ഫുഡിനെ പ്ലാന്റ്സിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കുന്നു. സൈലം വേരിൽ നിന്നും വെള്ളവും മിനറൽസും എല്ലാം തന്നെ ഇലകളിൽ എത്തിക്കും. ഇല എന്നിട്ട് അവിടെ ഇരുന്ന് ഫുഡ് ഉണ്ടാക്കിയിട്ട് ഈ ഫുഡിനെ എല്ലാ പ്ലാന്റ്സിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്നത് ആരാണ്? ഫ്ലോയം. ഓക്കെ, ഫ്ലോയം എന്ന് പറയുമ്പം ആ ടേബിളിൽ തന്നെയുണ്ട്, 4 തരത്തിലുണ്ട്. സീവ് ട്യൂബ് എന്ന് പറയുമ്പം ഇലോങ്ങേറ്റഡ് ആണ്, അതേപോലെ തന്നെ സെൽ വോൾ ഉണ്ടാക്കിയിരിക്കുന്ന സെല്ലുലോസ് കൊണ്ടാണ്. ഇത്രയും പഠിച്ചാൽ മതി. കമ്പാനിയൻ സെൽ എന്ന് പറയുമ്പം ലോങ് ആണ്, നല്ല നീട്ടം ഉണ്ടാവും, സെല്ലുലോസും കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഫ്ലോയം ഫൈബർ എന്ന് പറയുന്നത് നല്ല ലോങ് ആണ്, ലിഗ്നിൻ കൊണ്ടാണ് സെൽ വോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഫ്ലോയം പാരൻകൈമ എന്ന് പറയുമ്പം നല്ല നീട്ടം ഉണ്ടാവും, സെല്ലുലോസും കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവരുടെ എല്ലാവരുടെയും ഫങ്ഷൻ ഈ പറഞ്ഞ പോലെ ട്രാൻസ്ഫർ ഫുഡ് ഫ്രം ദി ലീവ്സ് ടു അതർ പാർട്സ് ഓഫ് പ്ലാന്റ്. ഓക്കെ, അതാണ് ഇതിന്റെ എല്ലാവരുടെയും ഫങ്ഷൻ. ഇത്രയേ ഉള്ളൂ. അതിന്റെ ഇടയ്ക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇതിൽ അതൊന്നും പഠിക്കണ്ട. അതിന്റെ ലെങ്ത് ലോങ് ആണോ ഷോർട്ട് ആണോ പഠിക്കുക, സെല്ലുലോസും കൊണ്ടാണോ ലിഗ്നിൻ കൊണ്ടാണോ സെൽ വാൾ ഉണ്ടാക്കിയിരിക്കുന്നത്, ഇത് പഠിക്കുക. അല്ലാതെ വേറെ സംഭവങ്ങളൊന്നും അതിൽ എഴുതിയതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല ശരിക്കും. ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്ലാന്റിന്റെ ടിഷ്യൂസിനെ കുറിച്ച് പറയാനായിട്ട്. പിന്നെ നമുക്ക് കുറച്ച് തിയറീസ് ആണ് വരുന്നത്. ആ തിയറീസ് ടെക്സ്റ്റിൽ ഉള്ളവർക്ക് ചിലപ്പം ഡൗട്ട് തോന്നുമായിരിക്കും, അതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, തിയറി ഒന്നും വേണ്ട. ഇന്ന് ഞാൻ പറഞ്ഞത് പ്ലാന്റ് ടിഷ്യൂസ് ആയിരുന്നു. 2 തരത്തിലാണ് പ്ലാന്റ് ടിഷ്യൂസ് ഉള്ളത്, മെരിസ്റ്റമാറ്റിക്കും പെർമനന്റും. പെർമനന്റ് എന്ന് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് തന്നെ 3 തരമുണ്ട്: എപ്പിക്കൽ മെരിസ്റ്റം, ഇന്റർകാലറി മെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റം. പെർമനന്റ് ടിഷ്യൂസ് എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് ആണുള്ളത്: സിമ്പിൾ ടിഷ്യൂസ്, കോംപ്ലക്സ് ടിഷ്യൂസ്.
കോംപ്ലക്സ് ടിഷ്യൂസ് തന്നെ രണ്ട് തരാണുള്ളത്, സൈലം, ഫ്ലോയം. സൈലത്തിനും ഫ്ലോയത്തിനും ഡിവിഷൻസ് ഉണ്ട്. അതിന്റെ ടേബിൾ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. സിമ്പിൾ ടിഷ്യൂസ് എന്ന് പറയുമ്പം പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ. ഇതിന്റെ ഡിവിഷനുകളും കാര്യങ്ങളും എല്ലാം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. നോക്കി പഠിക്കാം. ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇനി അടുത്തതാണ് ആനിമൽ ടിഷ്യൂസ്. അനിമൽ ടിഷ്യൂസ് എന്ന് പറയുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ടും അനിമൽ ടിഷ്യൂസിനെ മേജർ ആയിട്ട് നാലായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലർ ടിഷ്യൂ, നെർവസ് ടിഷ്യൂ. ഫസ്റ്റത്തെ എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ് നമുക്ക് നോക്കാം. എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറയുമ്പോൾ വളരെ ടൈറ്റ് ആയിട്ടാണ് ഇവരെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു കുഞ്ഞ് എയർ സ്പേസ് പോലും ഉണ്ടാവില്ല. ഓക്കെ. പിന്നെ ഇതിന്റെ അകത്ത് ഈ ടിഷ്യൂസിൽ നമുക്ക് ബ്ലഡ് വെസലുകളെ ഒന്നും കാണാനായിട്ട് പറ്റില്ല. ഓക്കെ. ഇവരുടെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുവാണെങ്കിൽ അബ്സോർബ് ചെയ്യുക, സെക്രീറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻ. എപ്പിത്തീലിയൽ ടിഷ്യൂസ് തന്നെ 6 തരമുണ്ട്. അതിന്റെ പിക്ചർ ഞാനിപ്പം ഗ്രൂപ്പിൽ ഇട്ട് തരാം. ഓക്കെ, ഒരു മിനിറ്റ്. ഇത് നിങ്ങൾ സേവ് ചെയ്ത് വെക്കോ, എന്താന്ന് വെച്ച് ചെയ്യാട്ടോ. ഇനി പിന്നീട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്റെ കയ്യിൽ ഉണ്ടാകണം നിർബന്ധമില്ല. ഞാൻ ഫോണൊക്കെ എടുക്കാൻ ക്ലിയർ ചെയ്യുന്ന ആളാണ്. ഓക്കെ. ആ ഒരു ഞാൻ ഇട്ട പിക്ചറും ഇതും ഞാൻ പറയുന്നതും തമ്മിൽ ശരിക്കും പറയേണ്ട ആവശ്യമില്ല. പിക്ചറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അല്ല സോറി ടേബിളിൽ നിന്ന് തന്നെ നമുക്ക് പല കാര്യങ്ങളും ക്ലിയർ ആണ്. എന്നാലും ഞാൻ പറയാം. ഫസ്റ്റ് എപ്പിത്തീലിയൽ ടിഷ്യൂ സ്ക്വാമസ് എപ്പിത്തീലിയം ആണ്. അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? അത് ഫ്ലാറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾ അതിൽ എഴുതിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒന്നും പഠിക്കണ്ട, ഏറ്റവും ഷോർട്ടാക്കി പഠിച്ചാൽ മതി. ഫ്ലാറ്റ് ആയിരിക്കും. പിന്നെ അതിന്റെ ഫ്ലാറ്റ് ആയിട്ടായിരിക്കും ഇരിക്കുക. അതിന്റെ സെന്ററിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ടാകും. ഓക്കെ, അത്രേ ഉള്ളൂ. ഇത് എവിടെയാ കാണുന്നത്? നമ്മുടെ ലങ്സ്, ശ്വാസകോശമില്ലേ, ഈ ശ്വാസകോശത്തിന്റെ അറ്റത്ത് ആൽവിയോളർ സാക്കുകൾ ഉണ്ട്. അതിലാണ് ഇവര് കാണുന്നത്. അതേപോലെ കിഡ്നിയുടെ ട്യൂബ്യൂളുകളില്, ബ്ലഡ് കാപ്പിലറീസ് ഇല്ലേ, ബ്ലഡ് ഒഴുകുന്ന അതിന്റെ ലൈനിങ്ങുകളിൽ, അതായത് അതിന്റെ ഭിത്തികളിലൊക്കെയാണ് ഇവര് കാണുന്നത്. ഫങ്ഷൻ അതിന്റെ ഓപ്പോസിറ്റ് തന്നെ എഴുതിയിട്ടുണ്ട്. ലങ്സിലുള്ളവരാണെങ്കിൽ ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും എക്സ്ചേഞ്ചിന് വേണ്ടി, കിഡ്നിയിലുള്ളത് അബ്സോർപ്ഷന് വേണ്ടി. അബ്സോർപ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ വെള്ളമില്ലേ, വെള്ളത്തിലുള്ള മിനറൽസും ഒക്കെ വലിച്ചെടുക്കാനായിട്ട്. ബ്ലഡ് ആണെങ്കിൽ എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസ്. മെറ്റീരിയൽസ് ഉദ്ദേശിക്കുന്നത് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും തന്നെയാണ്. പിന്നെ ബോഡിയൽ എപ്പിത്തീലിയം എന്ന് പറയുമ്പോൾ ആ പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം, ക്യൂബ് പോലെ ഇരിക്കും. ഇതിന്റെയും സെൻട്രൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ഇത് കാണുന്നത് നമ്മുടെ പാൻക്രിയാറ്റിക് ഡക്ട്, സലൈവറി ഡക്ട്, ഇവിടെയൊക്കെയാണ് ഫങ്ഷൻ അബ്സോർപ്ഷൻ. അതുകൂടാതെ സ്വെറ്റ്സ്, സലൈവറി ഗ്ലാൻഡിലൊക്കെ കാണും സെക്രീഷന് വേണ്ടി. മൂന്നാമത്തെ സീലിയേറ്റഡ് എപ്പിത്തീലിയം. ഇതിനൊരു സ്പെസിഫിക് സ്ട്രക്ചർ ആയിട്ട് പറയുന്നില്ല, പക്ഷെ ശരിക്കും ഇത് കുറച്ച് ലോങ് ആയിരിക്കും. ഒരു സൈഡ് മാത്രം തുറന്നിരിക്കും. അവിടെ സീലിയ കാണാനായിട്ട് പറ്റും. കിഡ്നിയിലാണ് കാണുന്നത്. എന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഈ ഫിൽട്രേറ്റ് ഇല്ല, അതായത് ഈ യൂറിൻ അരിച്ചു കിട്ടുന്ന ആ ഒരു ഫിൽട്രേറ്റ് ഇല്ല, അതിന്റെ മൂവ്മെന്റിന് വേണ്ടിയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ടെക്സ്റ്റിൽ വേറെ എന്തോ ആണ് എന്തോ നെഫ്രിക് ഫിൽട്രേറ്റ് എന്നൊക്കെ. ആക്ച്വലി അത് ആ യൂറിൻ ആണ് ഉദ്ദേശിക്കുന്നത്. കൊളംനാർ എപ്പിത്തീലിയം എന്ന് പറയുമ്പോൾ ലോങ് ആയിരിക്കും, കോളം ലൈക്ക് ആയിരിക്കും. ലോങ് എന്ന് പഠിച്ചാൽ മതി. ഇവർക്കും ഒരു ന്യൂക്ലിയസ് ഉണ്ടാകും, പക്ഷെ സെന്ററിലായിരിക്കില്ല, ഇതിന്റെ ഏറ്റവും അടിഭാഗത്തായിട്ടായിരിക്കും കാണുന്നത്. ഇവര് നമ്മുടെ സ്റ്റൊമക്ക്, അതുപോലെ ഇൻറ്റസ്റ്റൈൻ, ഇവിടെയൊക്കെയാണ് കാണുന്നത്. ഇവരുടെ ഫങ്ഷൻ സെക്രീഷനും അബ്സോർപ്ഷനും ആണ്. പിന്നെ സീലിയേറ്റഡ് കൊളംനാർ എപ്പിത്തീലിയം, ഇവർക്കും സീലിയ ഉണ്ട്. ട്രക്കിയയിലാണ് കാണപ്പെടുന്നത്. ട്രക്കിയ എന്ന് പറയുമ്പോൾ നമ്മുടെ തൊണ്ട ഭാഗമില്ലേ, തൊണ്ടയുടെ അവിടെ കുറെ എല്ലുകൾ കണ്ടിട്ടില്ലേ,
നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ തൊണ്ടയുടെ അവിടെ എല്ലുണ്ട്, അതിനാണ് ട്രക്കിയ എന്ന് പറയുന്നത്. ഓക്കെ, അത് പ്രോപ്പർ ആയിട്ട് ഡയറക്ഷൻ നമ്മൾ കഴിക്കുന്ന ഫുഡ് ആയാലും എന്താന്ന് വെച്ചാല് പ്രോപ്പർ ആയിട്ട് പോകാൻ വേണ്ടി. ലാസ്റ്റത്തെ ബ്രഷ് ബോർഡേഡ് കൊളംനാർ എപ്പിത്തീലിയം ആണ്. ഇവർക്ക് ഈ എന്താ പറയാ ബ്രഷിന്റെ നാരുകൾ പോലെ കുഞ്ഞു കുഞ്ഞു നാരുകൾ കാണാനായിട്ട് പറ്റും, ഇന്റസ്റ്റൈനിൽ കാണപ്പെടുന്നു. എബ്സോർപ്ഷന് വേണ്ടിയിട്ട് തന്നെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ അനിമൽ ടിഷ്യൂസിൽ ഫസ്റ്റത്തെ എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ് ഇപ്പം പറഞ്ഞു കഴിഞ്ഞ്. രണ്ടാമത്തെയാണ് കണക്റ്റീവ് ടിഷ്യൂ. കണക്റ്റീവ് ടിഷ്യൂസിനെ തന്നെ വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാം. അത് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഓക്കെ, ഈ കണക്റ്റീവ് ടിഷ്യൂസ് എന്ന് പറയുമ്പം 3 തരത്തിലാണുള്ളത്. പ്രോപ്പർ, സപ്പോർട്ടിങ്, ഫ്ലൂയിഡ് എന്ന് പറഞ്ഞിട്ട്. ആദ്യം നമുക്ക് പ്രോപ്പർ കണക്റ്റീവ് ടിഷ്യൂസ് നോക്കാം. പ്രോപ്പർ കണക്റ്റീവ് ടിഷ്യൂസ് തന്നെ 3 തരത്തിലുണ്ട്. ഏരിയോളാർ, അഡിപ്പസ്, ഫൈബ്രസ്. ഏരിയോളാർ നോക്കുവാണെങ്കിൽ വീണ്ടും അത് ഉണ്ടാക്കിയിരിക്കുന്നത് 3 ടിഷ്യൂസും കൊണ്ടാണ്. ഫൈബ്രോബ്ലാസ്റ്റ്, മാക്രോഫേജസ്, മാസ്റ്റ് സെൽ. ഓക്കെ, ഇതില് ഫൈബ്രോബ്ലാസ്റ്റ് എന്ന് പറയുമ്പം അത് ഇലാസ്റ്റിൻ, അതേപോലെ തന്നെ കൊളാജൻ, ഈ 2 സംഭവങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മാക്രോഫേജസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ വരുന്ന ബാക്ടീരിയനെയൊക്കെ എൻഗൾഫ് ചെയ്ത് വിഴുങ്ങി നശിപ്പിക്കുന്നു. മാസ്റ്റ് സെൽ എന്ന് പറയുമ്പോൾ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഹെപ്പാരിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഹെപ്പാരിൻ എന്ന് പറയുന്നത് ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതാണ് ഏരിയോളാർ. ഇനി അഡിപ്പസ് ടിഷ്യൂസ് എന്ന് പറയുമ്പം എന്താ പറയാ, ഇവര് ഫാറ്റിന് സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഫൈബ്രസ് എന്ന് പറയുമ്പം ഫൈബ്രോബ്ലാസ്റ്റും കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് പ്രോപ്പർ. ഇനി സപ്പോർട്ടിങ് എന്ന് പറയുമ്പം കാർട്ടിലേജും ബോണും ആണ് വരുന്നത്. കാർട്ടിലേജ് എന്ന് പറയുമ്പം കോൺട്രിൻ എന്ന് പറയുന്ന ഒരു സംഭവം മെട്രിക്സും കൊണ്ടാണ് ഉണ്ടാക്കി ഇരിക്കുന്നത്. ഓക്കെ, പിന്നെ കാർട്ടിലേജ് എന്ന് പറയുമ്പം ഫ്ലെക്സിബിൾ ആണ്. അതേപോലെ തന്നെ ഇതിൽ കാൽഷ്യം ഡിപ്പോസിഷൻ ഉണ്ട്. ബോൺസ് എന്ന് പറയുമ്പം ഓസിൻ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, OSSEIN. പിന്നെ ബോൺ 2 ടൈപ്പ് ഉണ്ട്, സ്പോഞ്ചി ഉണ്ട്, കോമ്പാക്ട് ഉണ്ട്. സ്പോഞ്ചി എന്ന ബോൺസ് എന്ന് പറയുമ്പം ഇറഗുലർ ആയിട്ടുള്ള ഷേപ്പ് ആയിരിക്കും. ഓക്കെ, കോമ്പാക്ട് എന്ന് പറയുമ്പം ഒരു റെഗുലർ ഷേപ്പ് ആയിരിക്കില്ല, റൗണ്ട് ഷേപ്പ് ആയിരിക്കും. ഓക്കെ, അതാണ് സപ്പോർട്ടിങ്. ഇനി ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ ബ്ലഡ് ആണ് വരുന്നത്. ബ്ലഡ് മെയിൻ ആയിട്ടും എന്താ, RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്. RBC എന്ന് പറയുമ്പോൾ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡിനും ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. വൈറ്റ് ബ്ലഡ് സെൽ എന്ന് പറയുമ്പോൾ ബാക്ടീരിയ, വൈറസ് ഒക്കെ നമ്മുടെ ബോഡി കെയർ ആണെങ്കിൽ, ഇപ്പൊ നമുക്ക് ചെറിയൊരു പനി വരുമ്പോഴത്തേനും നമ്മൾ മരിച്ചു പോണില്ലല്ലോ. ചെറിയൊരു പനി ജലദോഷം വരുമ്പം ചിലപ്പോൾ നമ്മൾ മരുന്ന് കഴിച്ചില്ലൊക്കെ മാറും ചിലപ്പോൾ. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഈ WBC നമ്മുടെ ബോഡിയുടെ അകത്ത് കയറുന്ന എന്താണോ വൈറസോ എന്താ സംഭവം എന്ന് വെച്ചാൽ അതിനെ കൊന്നു കളയുന്നതുകൊണ്ടാണ്. പിന്നെ പ്ലേറ്റ്ലെറ്റ് ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ഇനി അടുത്തതാണ് കണക്റ്റീവ് ടിഷ്യൂസിന്റെ ലിംഫ് ഉണ്ട് കേട്ടോ, ലിംഫ് ഉണ്ട്. പിന്നുള്ളതാണ് അനിമൽ ടിഷ്യൂ ആണ് മൂന്നാമത്തെ. മസിൽ ടിഷ്യൂ. മസിൽ ടിഷ്യൂസിന്റെ ടൈപ്പ് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം ഇപ്പൊ. ഓക്കെ, ഒരു മിനിറ്റ്. മസിൽ ടിഷ്യൂസ് എന്ന് പറയുമ്പം ആ പേരിൽ തന്നെയുണ്ട്, മെയിൻ ആയിട്ടും അത് കാണപ്പെടുന്നത് മസിൽ ടിഷ്യൂസിലാണ്. ഓക്കെ, മസിൽ ടിഷ്യൂസിലാണ്, നമ്മുടെ മസിലുകളിലാണ് അത് കാണപ്പെടുന്നത്. ഫസ്റ്റ് തന്നെ ഇത് 3 തരത്തിലുണ്ട്. സ്ട്രയേറ്റഡ് ഉണ്ട്. സ്ട്രയേറ്റഡ് എന്ന് പറഞ്ഞാൽ അതിൽ കുഞ്ഞു കുഞ്ഞു വരകൾ അതിന്റെ ബോഡിയിൽ കാണാനായിട്ട് പറ്റും. പിന്നെ എന്തുട്ടാ, അൺസ്ട്രയേറ്റഡ് എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞു കുഞ്ഞു വരകൾ കാണില്ല, ബാൻഡുകൾ കാണില്ല. പിന്നെ കാർഡിയാക് എന്ന് പറയുമ്പോൾ ഹാർട്ടിലായിരിക്കും കാണാം. അപ്പൊ നമുക്ക് ആദ്യം സ്ട്രയേറ്റഡ് മസിലുകൾ, ആ ഒരു പിക്ചറിൽ ഞാനൊരു ടേബിൾ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, അതിൽ നിന്ന് നിങ്ങൾക്ക് ക്ലിയർ ആണ്. സ്ട്രയേറ്റഡ് മസിലിനെ തന്നെയാണ് നമ്മൾ വോളണ്ടറി എന്നും സ്കെലിറ്റൽ എന്നും പറയുന്നത്. അതായത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ എന്റെ കൈ അനക്കിയാണ് സംസാരിക്കുന്നത്,
അപ്പം ഈ കൈ ഞാൻ തീരുമാനിക്കണം ഇത് എപ്പോ അനങ്ങണം നിർത്തണം എന്നുള്ളത്. അതേപോലെ ഞാൻ നടക്കുവാണെങ്കിൽ ഞാൻ എവിടെ നിൽക്കണം എന്ന് ഞാൻ തീരുമാനിക്കണം. എനിക്ക് കാലിങ്ങനെ മൂവ് ചെയ്യാനും ഒക്കെ പറ്റും. അതാണ് വോളണ്ടറി. എന്റെ ഇഷ്ടത്തിന് ഞാൻ ചലിപ്പിക്കുന്നവയാണ് അതൊക്കെ. അതാണ് വോളണ്ടറി. ഇത് മെയിൻ ആയിട്ടും ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഹെഡ്, ലിംബ്, ഫേസ് അങ്ങനെ സ്കെലിറ്റൽ ഭാഗങ്ങളായിരിക്കും. ഷേപ്പ് നല്ല ഇലോങ്ങേറ്റഡ് ആയിരിക്കും, സിലിണ്ടറിക്കൽ ആയിരിക്കും, അൺബ്രാഞ്ച്ഡ് ആയിരിക്കും. അത്രയും പഠിച്ചാൽ മതി. അതിന്റെ അടിയിലുള്ള ഭാഗം വേണ്ട. പിന്നെ സാക്രോലീമ എന്ന് പറയുമ്പം ആ റീജിയൻ നല്ല തിന്നായിരിക്കും. ന്യൂക്ലിയസ് മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയിരിക്കും. ബ്ലഡ് സപ്ലൈ റിച്ച് ആയിരിക്കും. അത്രയും പഠിച്ചാൽ മതി. ലാസ്റ്റ് പോർഷൻ വേണ്ട. അൺസ്ട്രേറ്റഡ് മസിൽ അല്ലെങ്കിൽ ഇൻവോളണ്ടറി മസിൽ എന്ന് പറയുമ്പം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അതിന്റെ ഫങ്ഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു മെക്കാനിസം. അതായത് ഇപ്പം കണ്ണ് ഇങ്ങനെ ചിമ്മുന്നുണ്ട്. നമ്മൾ തീരുമാനിച്ചിട്ടാണോ കണ്ണ് ചിമ്മുന്നത്? അല്ല. നമുക്ക് ഒരിക്കലും അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കണ്ണ് ചിമ്മുന്നത് അല്ലെങ്കിൽ അത് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അല്ലെ? കാരണം അത് സ്വയമായിട്ട് അനങ്ങിക്കൊണ്ടിരിക്കുക. നമ്മൾ എത്ര വിചാരിച്ചാലും ഒരു പോയിന്റ് കഴിഞ്ഞ് നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുപോലെ കണ്ണിന്റെ ഉള്ളിൽ കൃഷ്ണമണിയുടെ നടുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ അതിങ്ങനെ ഡയലേറ്റ് ചെയ്യും കൺട്രാക്ട് ചെയ്യും ചെയ്യുന്നത് കാണാം. അതായത് ചുരുങ്ങുകയും വലുതാവുകയും ചെയ്യുന്നത് കാണാം. അതൊന്നും നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തവയാണ്. അതാണ് ഇൻവോളണ്ടറി. ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് സ്റ്റൊമക്ക്, ഇൻറ്റസ്റ്റൈൻ അങ്ങനെയുള്ള ഭാഗങ്ങളിലാണ്. ഷേപ്പ് സ്പിൻഡിൽ ഷേപ്ഡ് ആയിരിക്കും. അറ്റം കൂർത്തിട്ടുണ്ടാകും. സാക്രോലീമ തിന്നായിട്ടായിരിക്കും കാണപ്പെടുന്നത്. ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ ന്യൂക്ലിയേറ്റഡ് ആണ് ഇവര്. ബ്ലഡ് സപ്ലൈ പുവർ ആണ്. നമ്മുടെ കൃഷ്ണമണിയുടെ ഉള്ളിലേക്കൊന്നും അങ്ങനെ ഭയങ്കര ബ്ലഡ് സപ്ലൈ ഒന്നും ഇല്ല. ലാസ്റ്റത്തെ കാർഡിയാക്, അതിന് എന്താ ഹാർട്ടിന്റെ വോളിലാണ് കാണപ്പെടുന്നത്. ഇലോങ്ങേറ്റഡ് ആണ്, സിലിണ്ടറിക്കൽ ആണ്, ബ്രാഞ്ച്ഡ് ആണ്. സ്ട്രയേഷൻസ് കാണാൻ പറ്റും ഇതിന്റെ ബോഡിയിൽ. സാക്രോലീമ തിന്നായിരിക്കും. ന്യൂക്ലിയസ് എന്ന് പറയുമ്പം ഓരോന്നിലും ഒരെണ്ണം വെച്ച് കാണപ്പെടുന്നുള്ളൂ. സ്വാഭാവികമായിട്ടും അറിയാമല്ലോ ബ്ലഡ് സപ്ലൈ എന്ന് പറയുന്നത് ഹാർട്ടിലേക്ക് റിച്ചായിരിക്കും. ഇനി ലാസ്റ്റത്തെയാണ് നമ്മുടെ നെർവസ് ടിഷ്യൂ. നെർവസ് ടിഷ്യൂസ് എന്ന് പറയുമ്പം അതിന്റെ ഒരു പിക്ചർ ഉണ്ട്. ഈ പിക്ചർ എല്ലാ വർഷവും കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചോദിക്കാറുണ്ട്. ഇതിന്റെ പിക്ചർ വരയ്ക്കാൻ. ഈ പിക്ചർ വരയ്ക്കാനായിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ നെർവസ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. ആ പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ആക്സോൺ എന്ന് പറയുന്ന ഒരു എൻജിൻ ഉണ്ട്. ആ ട്യൂബ് പോകുന്നുണ്ട്. ആ ട്യൂബിനെയാണ് നമ്മൾ ആക്സോൺ എന്ന് പറയുന്നത്. പിന്നെ നക്ഷത്രം പോലുള്ള ഒരു ഭാഗത്ത് എത്തി നിൽക്കുവാണ്. ആ നക്ഷത്രത്തിന്റെ എൻഡിങ്ങിൽ ഇങ്ങനെ ഒരു കുഞ്ഞു കുഞ്ഞു ബ്രാഞ്ചസ് കാണാം. അതിന് നമ്മൾ ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നു. നടുക്കൊരു ന്യൂക്ലിയസ് ഉണ്ട്. അപ്പൊ അതായത് വേറൊന്നല്ല, നമ്മളിപ്പോ ഒരു ചൂടുള്ള പാത്രത്തിൽ തൊടുവാണ്. തൊട്ടിങ്ങനെ ഇരിക്കില്ലല്ലോ. തൊടുന്ന ആ ഒരു മൊമെന്റിൽ തന്നെ നമ്മൾ കൈ പിൻവലിക്കാണ്. അത് ഈ ന്യൂറോൺസിന്റെ ഫങ്ഷൻ കൊണ്ടാണ്. അവിടെ നിന്ന് നമുക്ക് ആ ഒരു ചൂട് എന്ന് പറയുന്ന ആ ഒരു ഇമ്പൾസ് അല്ലെങ്കിൽ ആ ഒരു സിഗ്നല് നമുക്ക് കിട്ടുവാണ്. ആ ഇമ്പൾസ് നമുക്ക് കിട്ടുവാണ്. അത് അപ്പൊ തന്നെ നമ്മുടെ നെർവ് ഡിറ്റക്ട് ചെയ്തിട്ട് സിഗ്നൽ വിടുവാണ് നമ്മുടെ തലയിലേക്ക്. കൈ ചൂടുണ്ട്, പൊള്ളും എന്നുള്ളത്. അതായത് അത്രയും സ്പോണ്ടേനിയസ് ആയിട്ടാണ് അവരവിടെ ആക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയാലോ, തൊട്ട് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും വേണ്ട നമ്മുടെ കൈ വലിക്കും. അത്രത്തോളം ആക്റ്റീവ് ആയിട്ടാണ് ഈ ന്യൂറോൺസ് അവിടെ ഇരിക്കുന്നത്, നമ്മുടെ ബോഡിയിൽ ഇരിക്കുന്നത്. അപ്പം ഈ സിഗ്നലുകൾ കൊടുക്കും. ഇങ്ങനത്തെ ഒരെണ്ണം അല്ല നമ്മുടെ ബോഡിയിലുള്ളത്, ഫുൾ ബോഡിയിൽ ന്യൂറോൺസ് ഉണ്ട്. അപ്പം ഇങ്ങനെ ഒരെണ്ണം അതുമായിട്ട് കണക്ട് ചെയ്ത് അടുത്തത് ഇതുപോലെ അടുത്തത് അങ്ങനെ കണക്ട് ചെയ്തിരിക്കുക. അപ്പൊ ഇങ്ങനെ സിഗ്നലുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഫസ്റ്റ് ആക്സോൺ എൻഡിൽ നിന്നും ഇങ്ങനെ വന്ന് ന്യൂക്ലിയസ്, ഡെൻഡ്രൈറ്റിന്റെ അറ്റത്തെ കൂടെ അടുത്ത ആക്സോൺ എൻഡിലേക്ക് പോകും. അങ്ങനെയാണ് ഇതിന്റെ ഫങ്ഷൻ നടക്കുന്നത്. ഇതിന്റെ സ്ട്രക്ചർ ചോദിക്കാറുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് അനിമൽ ടിഷ്യൂസിനെ കുറിച്ചിട്ടാണ്. അനിമൽ ടിഷ്യൂസ് എന്ന് പറയുമ്പോൾ 4 തരമാണ് ഉള്ളത്. എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലർ ടിഷ്യൂ, നെർവസ് ടിഷ്യൂ. ഓരോന്നിനും പല ടൈപ്പുകൾ ഉണ്ട്. അതാണ് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിരിക്കുന്നതും നിങ്ങൾക്ക് ഏറ്റവും ഷോർട്ടാക്കി പറഞ്ഞു തന്നത്. ഇത്രയേ ഉള്ളൂ. ടിഷ്യൂസ് എന്ന് പറയുന്ന പോർഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഈ ഒരു മൊഡ്യൂളിലെ ലാസ്റ്റ് ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. സെൽ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. സെൽ എന്ന് പറയുന്ന ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. സെൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയുടെ എല്ലാ ഭാഗത്തും സെല്ലുണ്ട്. സെൽ എന്ന് പറഞ്ഞാൽ അതാണ്.
എന്താണ് നമ്മുടെ ബോഡിയുടെ എല്ലാ ഭാഗത്തും സെല്ലുകളുണ്ട്. കുറേ സെല്ലുകൾ കൂടി ചേർന്നിട്ടാണ് ഒരു ടിഷ്യൂ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു. ഈ സെല്ലിന്റെ അകത്താണ് സൈറ്റോപ്ലാസം ഉള്ളതും സൈറ്റോപ്ലാസത്തിന്റെ അകത്താണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത എല്ലാ സ്ട്രക്ചറും ഉള്ളത്. റൈബോസോം, മൈറ്റോകോൺട്രിയ തുടങ്ങിയ എല്ലാവരും ഉള്ളത്. അതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇനി കേൾക്കാം, ഡൗട്ട് ഉള്ള ആൾക്കാരാണെങ്കിൽ ആ ക്ലാസ് എടുത്ത് കേട്ടാൽ മതി. അപ്പോ ഈ സെൽ ഡിവിഷൻ എന്ന് പറയുമ്പം സെൽ സൈക്കിൾ ആണ് എപ്പോഴും ഇതിൽ വരാം. അതായത് നമ്മൾ എങ്ങനെ ഡിവൈഡ് ചെയ്യണു അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. അതായത് മൈറ്റോസിസ്, മിയോസിസ് എന്ന് പറഞ്ഞിട്ട് രണ്ട് ഡിവിഷനുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഒന്ന് ഹോൾഡ് ചെയ്ത്. ഓക്കെ, മൈറ്റോസിസ് എന്ന് പറയുമ്പം നമുക്ക് എപ്പോഴും മിയോസിസ് ചോദിക്കാറില്ല. എപ്പോഴും മൈറ്റോസിസ് ആണ് ചോദിക്കുന്നത്. അപ്പം അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാണ്. അതോടുകൂടി നമ്മുടെ ഈ ഒരു മൊഡ്യൂൾ ഞാൻ കംപ്ലീറ്റ് ചെയ്യുവാണ്. മൈറ്റോസിസ് എന്ന് പറയുമ്പം ഫസ്റ്റ് തന്നെ സെല്ലിന്റെ ഉള്ളിലാണ് നടക്കുന്നത്. മൈറ്റോസിസ് എന്ന് പറയുമ്പം റീപ്രൊഡക്റ്റീവ് സെല്ലിലാണ് കേട്ടോ നടക്കുന്നത്. അത് വേറെ എവിടെയല്ല, നമ്മുടെ റീപ്രൊഡക്റ്റീവ് സെല്ലിലാണ് നടക്കുന്നത്. അതായത് ഒരു കുട്ടിക്ക്, ഒരമ്മ ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കുവാണ്, അല്ലെങ്കിൽ ഒരു കുട്ടി ഉണ്ടാവുക, ആ ഒരു സമയത്താണ് മൈറ്റോസിസ് നടക്കുന്നത്. അപ്പോ ഓക്കെ, മൈറ്റോസിസില് പല ഫേസുകളാണ് ഉള്ളത്. ഫേസുകൾ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ മാറിപ്പോകരുത്, അല്ലെങ്കിൽ ആ ഒരു ഓർഡർ തന്നെ കീപ്പ് ചെയ്യണം. ഇന്റർഫേസ്, പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടിലോഫേസ്, ഇത്ര മതി. ലാസ്റ്റത്തെ സൈറ്റോകൈനസിസ് എന്ന് പറയുന്ന ഒരു പോർഷൻ അവിടെ ശരിക്കും ആവശ്യമില്ല. ഇന്റർഫേസ് എന്ന് പറയുമ്പം ഞാനൊരു പിക്ക് ഗ്രൂപ്പിൽ ഇട്ട് തന്നേക്കാം. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. എക്സാമിന് വരുവാണെങ്കിൽ ഇതാണ് നിങ്ങൾ എഴുതി വയ്ക്കേണ്ടത്. ഓക്കെ, ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഞാൻ പറയുന്നതും അതും തമ്മിൽ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിച്ചാൽ മാത്രം മതി. സിമ്പിൾ ആണ്, ഭയങ്കര ഡിഫിക്കൽട്ട് ഒന്നുമല്ല. മൈറ്റോസിസിൽ ഇന്റർഫേസ് കണ്ടോ? ഇന്റർഫേസ് നോക്കുമ്പോൾ നമുക്ക് അതിൽ പറഞ്ഞിട്ടുണ്ട് DNA റിപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നോക്കിയേ, ആ ഒരു റൗണ്ടില് മഞ്ഞ കളറ് ഒരു സംഭവം കണ്ടോ? അതാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഈ ന്യൂക്ലിയസിന്റെ അകത്ത് നിങ്ങൾ റെഡ് കളർ ഇൻറ്റു പോലെയുള്ള ഒരു റീജിയൻ കണ്ടോ? അതാണ് ഇവിടുത്തെ ക്രോമസോം. ക്രോമസോമിന്റെ ഉള്ളിലാണ് DNA കാണപ്പെടുന്നത്. അപ്പം അതിങ്ങനെ റിപ്ലിക്കേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഒന്നിലധികം, ഒരെണ്ണം ആയിരിക്കും ഉണ്ടാവുക. അത് 4, 5, 8 എത്രയാന്ന് വെച്ചാൽ ഉണ്ടാവും. സെൽ ഡിവിഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യാണ്. സെല്ല് ഡിവൈഡ് ചെയ്യാന്ന് പറയുമ്പോൾ 2 സെല്ലാണ് ഫൈനലായിട്ട് ഉണ്ടാവുന്നത്. ഈ 2 സെല്ലിന് നമ്മൾ ഈക്വൽ ആയിട്ട് DNA കൊടുക്കണം. ഒരു സെല്ലിന് 10 കൊടുക്കുകയാണെങ്കിൽ മറ്റേ ഉണ്ടാവുന്ന സെല്ലിനും 10 തന്നെ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ DNA റിപ്ലിക്കേറ്റ് ചെയ്ത് വെക്കുവാണ് ചെയ്യുന്നത്. 10 എന്ന് ഞാനൊരു നമ്പർ പറഞ്ഞു, 10 എണ്ണം അല്ല. ഫസ്റ്റത്തെയാണ് പ്രോഫേസ്. ഈ ഒരു സമയത്ത് ക്രോമസോംസ് എന്ന് പറയുമ്പം നല്ല വിസിബിൾ ആകും. സെൻട്രിയോള് സെപ്പറേറ്റ് ചെയ്യും. സെൻട്രിയോള് സെപ്പറേറ്റ് ആകും. ഓക്കെ,
ഇനി മെറ്റാഫേസ് നോക്കുവാണെങ്കിൽ ആ പിക്ചറിൽ തന്നെ ക്ലിയർ ആണ്. ഈ ക്രോമസോമില് റെഡ് കളറിൽ ഇഞ്ചു പോലെ കാണുന്നതാണ് ക്രോമസോം. അതിൽ വന്നിട്ട് നീല കളറിൽ വര കണ്ടോ? ഈ നീല വര വന്ന് ആ റെഡിൽ അറ്റാച്ച് ചെയ്യും. ആ നീല കളറാണ് ആര്? സ്പിൻഡിൽ ഫൈബർ. സെൻട്രോമിയർ എന്ന് പറയുന്നത് ഈ ക്രോമസോമിന്റെ, അതായത് ആ ഇഞ്ചു പോലുള്ളതിന്റെ നടുക്കുള്ള ഭാഗമാണ്. അനാഫേസിൽ ഈ സ്പിൻഡിൽ ഫൈബർ നോക്കിയേ, ആ നീല കളറിലുള്ള വര രണ്ട് സൈഡിലേക്ക് മാറിപ്പോയി അല്ലേ? അങ്ങനെ ആ ഇഞ്ചു പോലെ ഇരുന്നത് സെപ്പറേറ്റ് ആയിട്ട് ഒരു വര പോലെയായി, റെഡ് ഒരു വര പോലെയായി. അതിനാണ് സിസ്റ്റർ ക്രോമാറ്റിഡ് എന്ന് പറയുന്നത്. ടീലോഫേസിൽ നോക്കിയേ, ഇങ്ങനെ സെപ്പറേറ്റ് ആയി കഴിയുമ്പം അവിടെ വേറെ പുതിയ ന്യൂക്ലിയസ് വന്നിട്ട് DNA എല്ലാം തന്നെ അതിന്റെ ഉള്ളിലേക്ക് ആവുകയാണ്. ലാസ്റ്റ് സൈറ്റോകൈനസിസിൽ ക്ലിയർ ആണ്, ആ രണ്ട് സെല്ല് സെപ്പറേറ്റ് ആയിട്ട് പോവാണ്. അങ്ങനെ ഡോട്ടർ സെല്ല് ഉണ്ടാവുന്നു. ഇത്രയേ ഉള്ളൂ ആര്? മൈറ്റോസിസ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂള് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മള് സെക്കൻഡ് മൊഡ്യൂൾ അല്ല എടുക്കുന്നത്, കാരണം സെക്കൻഡ് മൊഡ്യൂള് വളരെ വലുതായോണ്ടല്ല, ഇതിന്റെയൊക്കെ ഇതുപോലൊക്കെ തന്നെ ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതിന് എന്താ പറയാ, ഒരു ബോറടിക്കും. ശരിക്കും ആ ഒരു ചാപ്റ്റർ ഒരു ബോറടിക്കുന്ന ചാപ്റ്റർ ആണ്. അതുകൊണ്ട് നമ്മൾ നാളെ വേറൊരു ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതായത് എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരിക്കും പഠിക്കാനായിട്ട് പോകുന്നത്. അത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ലീവ് ചെയ്തോട്ടോ. നമ്മുടെ ക്ലാസ് കഴിഞ്ഞു.